നമുക്കപ്പം 24 സ്റ്റുഡിയോയിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു. ആഷ്മി, നമ്മൾ മാധ്യമ പ്രവർത്തകർ എപ്പോഴും വിയോഗം ഒക്കെ പ്രേക്ഷകരെ അറിയിക്കേണ്ട ബാധ്യതയുള്ളപ്പോഴും നമ്മളത് ഒരുപക്ഷെ ഒരു യന്ത്രം കണക്കെ വായിച്ച് പറയാറുണ്ട്. നമുക്ക് ഒരുപക്ഷെ നമ്മൾ വികാരഭരിതരാകാൻ പാടില്ല എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകും. അതേസമയം നമ്മുടെ കുടുംബാംഗം പോലെ പ്രവർത്തിച്ച ഒരാൾ നമ്മളെ കൈവിട്ട് പോകുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു വേദനയുടെ അനുഭവം ഉണ്ടാക്കിയാണ് സലീംകുമാറിനെ പോലെ ഒരാൾ കടന്നു പോകുന്നത്. ഈ ഒരു അനുഭവം ഓവർ ടു യു. ഉറപ്പായും എസ് കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ ജനിച്ചാൽ മരിക്കണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ ഇത് കേവലം 57-ാം വയസ്സിൽ പ്രതിഭാധനനായ ഒരു സിനിമക്കാരൻ സിനിമയുടെ ബഹുമുഖ മേഖലകളിൽ മാസ്റ്റർ ബ്രെയിനായി നിന്ന ഒരു സിനിമക്കാരൻ യാത്രയാകുമ്പോൾ വിടവാങ്ങുമ്പോൾ ഇനിയും അദ്ദേഹം ചെയ്തു പൂർത്തിയാവാൻ ഇടയുണ്ടായിരുന്ന അങ്ങേയറ്റം അസംഖ്യം ചലഞ്ചിങ് ആയ റോളുകൾ, ഒരുപക്ഷെ വളരെ സജീവമായി നിൽക്കാമായിരുന്ന പൊതുജീവിതം, അതൊക്കെ വളരെ ബാക്കിയാക്കി 57-ാം വയസ്സിൽ സലീംകുമാർ യാത്രയാകുമ്പോൾ ആ ആഘാതം, ആ വേദന അത് ഇരട്ടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമാ മേഖലയിലെ എല്ലാവരുടെ പ്രതികരണം എടുക്കുമ്പോഴും ആ ആഘാതം, ആ ഷോക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. നേരത്തെ സലീംകുമാറിന് ആരോഗ്യ സ്ഥിതിയിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും 57-ാം വയസ്സ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നേരത്തെയും ആശുപത്രിയിൽ പോയി വളരെ ആരോഗ്യവാനായി മടങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ നയങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ, സിനിമയിലൊക്കെ വളരെ സജീവമായി നിൽക്കും പോലെ ഒരു സലീംകുമാർ കാലം ഇനിയും ഉണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിച്ചവരാണ്, ആഗ്രഹിച്ചവരാണ് എല്ലാവരും. അപ്പോൾ ആ വേദനയ്ക്ക് അതുകൊണ്ട് തന്നെ ഇരട്ടി ആഘാതം അവിടെയുണ്ട്. ഇപ്പോൾ പുറത്ത് പെരുമഴ പെയ്യുന്നുണ്ട്. പെരുമഴക്കാലത്തിലെ സലീംകുമാർ ആമു എന്ന റോളുണ്ട്. റഫീഖിൻ്റെ അതിൽ നായകൻ്റെ അക്ബറിൻ്റെ കൂട്ടുകാരനായ ഒരു കഥാപാത്രമാണ്. യഥാർത്ഥത്തിൽ കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ ഒരു ചുറിയൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ അസ്വസ്ഥത എങ്ങനെയോ അതേ തീവ്രതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ പെരുമഴക്കാലം അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഒരിക്കലും മരണമില്ലാത്ത ഈ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പെരുമഴക്കാലവും, അല്ലെങ്കിൽ മേരിക്കൊരു കുഞ്ഞാനിലെ ലോനപ്പനും, ഉദയനാട് താരത്തിലെ റഫീഖും, പത്തേമാരിയിലെ പിതാവ്, ക്യൂൻ സിനിമയിലെ അഡ്വക്കേറ്റ് മുകുന്ദൻ, ഒരുപക്ഷെ മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച കോടതി മുറി രംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് സലീംകുമാറിൻ്റെ കൈകളിൽ ഭദ്രമായി നമ്മളിപ്പോൾ കാണുന്ന അച്ഛനുറങ്ങാത്ത വീട്ടിലെ ആ കഥാപാത്രം, കോടതി വരാന്തയിൽ കാത്തിരിക്കുന്ന പീഡിപ്പിക്കപ്പെട്ട മകളുള്ള അച്ഛൻ, അതൊക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങേയറ്റം നീറ്റിലുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ ആയി നിൽക്കുമ്പോൾ തന്നെ സലീംകുമാറിൻ്റെ ഡയലോഗുകൾ ഓർക്കുമ്പോൾ നമ്മൾ കുടുകൂടാ പൊട്ടിച്ചിരിക്കുന്ന ഒരുപാട് ഡയലോഗുകൾ ഈ ദിവസങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ഒരുപക്ഷെ ഹാസ്യ നടന്മാർ, നേരത്തെ ഇന്നസെന്റ് മരിക്കുമ്പോഴും ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഹാസ്യ നടന്മാർ മരിക്കുമ്പോൾ അവരുടെ ഡയലോഗുകൾ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്, ഈ പറയുന്ന എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായതാണോ എന്ന് പറയുന്ന ഇതൊക്കെ ചിരിയോടെ അല്ലാതെ, അദ്ദേഹത്തിൻ്റെ മരണ ദിവസം ഇതൊക്കെ കാണുമ്പോഴേക്കും ചിരിയോടെ അല്ലാതെ കാണാൻ കഴിയില്ല. ഈ സീനിൻ്റെ തുടർച്ചയിൽ മായാവി ഫോണിൽ വിളിക്കുന്നുണ്ട്. ഫോണിൽ വിളിച്ചിട്ട് ആരാടാ, ഞാൻ നിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ തവളപ്പിറുക്കാടി എന്ന് വിളിക്കുമ്പോഴേക്കും സലീംകുമാറിൻ്റെ മുഖത്ത് മിന്നിമായുന്ന ചില ഭാവങ്ങൾ, അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. അത് യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ ഈ പറയുന്ന കണ്ണൻ സാങ് എന്ന് പറയുന്ന കഥാപാത്രം കേവലം ചെറിയൊരു കഥാപാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഗിരി എന്ന് പറയുന്ന കഥാപാത്രത്തെ സലീംകുമാറിന് കൊടുക്കാനാണ് സംവിധായകർ ആലോചിച്ചിരുന്നത്. പക്ഷേ സലീംകുമാർ നേരത്തെ സമാനമായ വേഷങ്ങൾ ചെയ്തു കാരണം അത് സുരാജ് വെഞ്ഞാറമൂട് കൊടുക്കുകയും, ഈ സ്രാങ്ക് എന്ന് പറയുന്നത്, കണ്ണൻ സാങ് എന്ന് പറയുന്നത് സലീംകുമാറിന് മാത്രം ഉണ്ടാക്കുന്നത്. പക്ഷേ ഷൂട്ടിംഗ് സൈറ്റിലേക്ക് എത്തുമ്പോൾ സലീംകുമാർ അതൊരു വലിയ കഥാപാത്രം വികസിപ്പിക്കുന്നു. ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് തന്നെ സലീംകുമാറിന് വേണ്ടി കൂടുതൽ ഡയലോഗുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതി ചേർക്കുന്ന കഥയൊക്കെ ഇപ്പോൾ സംവിധായകർ അവരുടെ ഓർമ്മകളിൽ പറയുന്നുണ്ട് സ്കേൻ. അപ്പോൾ അത്തരത്തിൽ ആ കഥാപാത്രത്തെ സ്വന്തമായി വികസിപ്പിച്ചു. പക്ഷേ മായാവിയേക്കാൾ കൂടുതൽ ഹിറ്റായ കഥാപാത്രമാണ് കണ്ണൻ സാങ്ക് എന്ന് ഉറപ്പായും പറയാം. തെങ്കാശി പട്ടണത്തിലെ ഈ പറയുന്ന സീനാവട്ടെ, ഒരു ചായ എടുക്കട്ടെയാണ് എന്ന് വളരെ നോർമലായി സാധാരണമായി പറയുന്ന ഒരു ഡയലോഗിനെ അദ്ദേഹത്തിൻ്റെ ഭാവഹാവാദികൾ കൊണ്ടും മുഖത്തെ പലതരത്തിലുള്ള ഈ പറയുന്ന നമുക്ക് തിയേറ്ററിൽ കൂട്ടപ്പൊട്ടിച്ചിരി വിടർത്തുന്ന ഈ ചിരി കൊണ്ട് സലീംകുമാർ ബ്രാൻഡ് ഒരു ചിരി തന്നെയുണ്ട്. അതൊരു പ്രത്യേക ചിരിയാണ്, ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക ബ്രാൻഡ് ചിരി. ആ ബ്രാൻഡ് ചിരി കൊണ്ടൊക്കെ ഒരുപാട് കേരളത്തെ പൊട്ടിച്ചിരിപ്പിച്ചതാണ്. ഐ ആം ദ സോറി എളിയ, ഐ ആം ദ സോറി എന്നൊക്കെയുള്ള ഇപ്പോഴും പുതിയ തലമുറ എപ്പോഴും ഒരുപക്ഷെ ദിനേന എന്നോണം ഡെയിലി ബേസിൽ പറയുന്ന ഡയലോഗുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ദൈനംദിന ജീവിതങ്ങളുടെ ഉഷ്ണമുഷ്ണനെ ശാന്തികൃഷ്ണ എന്നല്ലേ എന്നൊക്കെ ഉഷ്ണകാലത്തൊക്കെ ഒട്ടുമിക്ക എല്ലാവരും പറയുന്നുണ്ട്. കൊതുകിനും ഉണ്ടാവില്ല കൃമികടി, ഈ പറഞ്ഞ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാവട്ടെ, അങ്ങനെ പടക്കക്കട ഹദാഹുവ എന്ന് പറയുന്നതാവട്ടെ, ഒരുപാട് ഡയലോഗുകൾ നമ്മുടെ ദിനേന എന്നോണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സംസാരങ്ങളുടെ ഭാഷമായി വരുന്ന ഡയലോഗുകൾ തന്നെ അതൊക്കെ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നത് അത് സലീംകുമാർ എന്ന മഹാനടൻ അത് അഭിനയിച്ച് ഫലിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് സലീം എന്നുള്ള, അല്ലെങ്കിൽ സലീംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി
ആ വ്യക്തി എസ് കെ നേരത്തെ പറയുന്നത് പോലെ ദേശീയ പുരസ്കാരം, സംസ്ഥാന പുരസ്കാരം, സംസ്ഥാന പുരസ്കാരങ്ങൾ, ഓസ്കാർ എൻട്രി, അങ്ങനെ താരജാട അതിൻ്റെ പരമാവധിയിൽ വേണമെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്ന മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പറയുന്ന മനുഷ്യനായിരുന്നു. ലെവലേശം ഒരു അര ശതമാനം പോലും ആ താരജാട ദേഹത്തേൽക്കാത്ത, മണ്ണിനോട് ചേർന്ന് നിന്ന, വന്ന വഴി ഒരിക്കലും മറന്നു. എസ് കെ 2018 പ്രളയകാലം ഞാൻ ഓർക്കുകയാണ്. അന്ന് വടക്കൻ പറവൂരിൽ വലിയ പ്രളയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട മേഖല വടക്കൻ പറവൂരാണ്. അന്ന് സലീം കുമാറിന്റെ വീടിനടക്കം വെള്ളം കയറി. ആ ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങൾ വന്ന് സലീം കുമാറിന്റെ പ്രതികരണമൊക്കെ, ഒരു സാധാരണ മനുഷ്യനായി പ്രളയത്തിൽ ഏത് സാധാരണ മനുഷ്യൻ കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെട്ടു, അങ്ങനെ വന്ന് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സാധാരണക്കാരനെ കണ്ടു. അങ്ങനെ സ്വയം കഷ്ടപ്പെടുമ്പോഴും പറവൂരിന് വേണ്ടി നിന്ന ഉള്ളിൽ, ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയമെന്നുള്ള ഉള്ളിൽ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യൻ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ എന്താണോ തൻ്റെ വിശ്വാസ സംഹിത, അല്ലെങ്കിൽ എന്താണോ തൻ്റെ രാഷ്ട്രീയ വിശ്വാസം, അത് ഏത് കാലത്തും തുറന്നു പറഞ്ഞു. ഒരുപക്ഷെ ഒരു സമയത്തൊക്കെ സിനിമാ സാംസ്കാരിക പ്രവർത്തകർ ഇടതുപക്ഷമാകണം എന്നൊരു പൊതുധാരണ ഉണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ കോൺഗ്രസ് ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയാത്ത ഒരു കാലത്ത് പോലും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു. ഞാൻ അവസാനമായി കോൺഗ്രസിന് വേണ്ടി നാടകം എഴുതി അവതരിപ്പിച്ച ആൾ ഞാനാണ് എന്ന് പറഞ്ഞു. ഉണർത്തുപാട്ട് എന്നായിരുന്നു ആ നാടകം. കെ കരുണാകരൻ്റെ കാലത്തും അല്ലെങ്കിൽ അതിനു മുമ്പും എം എ ഷാനവാസിൻ്റെ പ്രചരണയോഗത്തിലൊക്കെ ഉണർത്തുപാട്ട് കളിച്ച കാര്യം പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഉണർത്തുപാട്ട് എന്ന് പറഞ്ഞാൽ അടിമുടി രാഷ്ട്രീയക്കാരനായിരുന്ന, രാഷ്ട്രീയ വിശ്വാസങ്ങൾ അടിമുടി കോൺഗ്രസ്സുകാരെന്ന് പറയാൻ മടിക്കാത്ത, ആ രാഷ്ട്രീയ വിശ്വാസങ്ങൾ തുറന്നു പറയാൻ മടിക്കാത്ത നിലപാടുകൾ ഇപ്പോൾ പലപ്പോഴും വിവാദമായേക്കാവുന്ന സിനിമാ മേഖലയിലെ ആളുകൾ ഒരുപക്ഷെ വെട്ടിത്തുറന്ന് പറയാൻ അവർ തയ്യാറാവാത്ത നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞ, അതേസമയം ചിരിപ്പിച്ച, നേർമയുള്ള, നൈർമല്യമുള്ള, കളങ്കമില്ലാത്ത, കാപട്യമില്ലാത്ത നല്ലൊരു മനുഷ്യൻ കൂടി ഇവിടെ വാങ്ങുന്നു. നമ്മുടെ ആ വേർപാടിൻ്റെ ആഘാതം അതുകൊണ്ട് തന്നെ ഇരട്ടിയാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആഷ്മി താജ് ഇബ്രാഹിം. തോമസ് മാത്യുവിനെ പോലെ ചില പ്രേക്ഷകരൊക്കെ ഒരുപാട് ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നു. അവർ പറയുന്നു നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കണം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൻ്റെ ഏറ്റവും അവസാനം നമ്മുടെ പ്രേക്ഷകരുടെ അന്ത്യാഞ്ജലിയും അവരുടെ സന്ദേശങ്ങളും തന്നെയാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ടെലിവിഷൻ സ്ക്രീനിലൊക്കെ നോക്കിക്കോളൂ. ഏറ്റവും അവസാനം കലാഭവൻ മണിയെപ്പോലെ വേദന നൽകി വിയോഗം എന്ന് ശ്രീ, ഇങ്ങനെ പ്രേക്ഷകർ പറയുന്ന ആദരാഞ്ജലിയുടെ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്കാണ് ഏറ്റവും നമ്മൾ വിലമതിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.